അല്ലാഹുവേ എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരെ കൂടെ നാളെ ആഖിറത്തിൽ ഉണ്ടാവണം. അതാ ഈ സമയത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബി എന്താണ് ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ ആയിഷ, മിസ്കീന്മാരാണ് സമ്പന്നരേക്കാൾ 40 വർഷം മുമ്പ് സ്വർഗത്തിലെത്തുന്നത്. ഈ പണക്കാരേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെത്തുന്നത് മിസ്കീന്മാരാണ്. അതുകൊണ്ട് ആയിഷ, ലാ തറുദ്ദീ മിസ്കീനാ, നീ മിസ്കീനായ ആളുകളെ മടക്കി അയക്കണ്ട. വലൗ ബിശിഖ്ഖി തംറതീൻ, അതൊരു കാരക്കയുടെ ഒരു കീറ്റ് കൊടുത്തിട്ടെങ്കിലും, ഒരു കാരക്കയല്ല പറഞ്ഞത്, ഒരു കാരക്കയെ നീ പീസ് ചെയ്തിട്ട് അതിലൊരു പീസ് കൊടുത്തിട്ടെങ്കിലും പാവപ്പെട്ടവരെ നീ സഹായിച്ചോളണം. അവര് വന്നാൽ അട്ടി ഓടിക്കണ്ട, അവരെ നീ മാറ്റി നിർത്തണ്ട. എന്നിട്ട് പറയുന്നു, ആയിഷ അഹിബ്ബിയൽ മിസ്കീന, നീ മിസ്കീന്മാരെ നല്ല സ്നേഹം വെച്ചോളണം. വഖർരിബീഹിം, അവരോട് നീ അടുത്തോളണം. ഫഇന്നല്ലാഹ തആല യുഖർരിബുക യൗമൽ ഖിയാമ, നീ അങ്ങനെ അതാ പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്താൽ അല്ലാഹു നിന്നെ അടുപ്പിക്കും, അല്ലാഹു നിന്നെ അതാ അടുപ്പിക്കുന്നതാണ്. അവനതാ ആഖിറ ലോകത്തിലേക്ക് നീ എത്തുമ്പോൾ അവനതാ നിന്റെ അരികിലുണ്ടാകും. നിന്റെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റി തരുന്നതാണ്. അതിന് ഏറ്റവും വലിയ ബറക്കത്തുള്ള അമലേതാണ്? പാവങ്ങളെ കൂടെ നിൽക്കണം, മിസ്കീന്മാരെ കൂടെ നിൽക്കണം. അത് കുടുംബത്തിലെ മിസ്കീനാണെങ്കിൽ അങ്ങനെ, നാട്ടുകാരുള്ള മിസ്കീനാണെങ്കിൽ അങ്ങനെ, അയൽവാസിയുള്ള മിസ്കീനാണെങ്കിൽ അത് അങ്ങനെ. എല്ലാ രൂപത്തിലും പാവങ്ങളെ കൂടെ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പിന്നെന്തേ നമുക്കതിൽ നിൽക്കാൻ കഴിയാതെ പോകുന്നത്? അനാവശ്യമായ മുതലാളിത്വങ്ങളിൽ നിന്ന് അതാ നാം മാറി നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി എന്താണോ ആ വഴിയിലേക്ക് നമ്മുടെ വഴി തിരിക്കണം. സമ്പത്തുണ്ടെങ്കിൽ അതിനെ ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കണം, നന്മയുടെ വഴികളിലേക്ക് അത് കൊണ്ടുവരണം. ഈ ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചതുപോലെ നല്ല രൂപത്തിൽ അതിനെ ചെലവഴിക്കാൻ കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സമ്പത്തുണ്ടാകുന്നത് ഈമാനിനെതിരല്ല, സമ്പത്തുണ്ടാകുന്നത് അതേ ഔലിയാക്കൾക്കെതിരല്ല, സമ്പത്തുണ്ടാകുന്നത് നിസ്കരിക്കുന്നതിനെതിരല്ല. എല്ലാം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷേ ആ സമ്പത്ത് നിന്റെ തടീച്ചയ്ക്ക് വേണ്ടി നീ ചെലവഴിക്കാൻ പാടില്ല, ഹറാമിന്റെ വഴിയിൽ ചെലവഴിക്കാൻ പാടില്ല. നല്ല പാവങ്ങളെ കൂടെ നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. അതല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് AP ഉസ്താദ് അവരുകൾ മലേഷ്യ പര്യടനത്തിന് പോയപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയുമായി അതാ വലിയ സംസാരിക്കുന്നതിൻ്റെ ഒടുവിൽ ആ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ നേതൃത്വമാണ്, ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ്. ആ രാഷ്ട്രത്തിന്റെ തലവൻ ചോദിക്കുകയാണ്, ആ മലേഷ്യയുടെ പ്രധാനമന്ത്രി ചോദിക്കുകയാണ്, ഓ ശൈഖ് അവറുകളെ, എനിക്ക് നല്ലൊരു ഉപദേശം തരണം, എനിക്ക് നന്നാകാനുള്ള നല്ലൊരു ഉപദേശം വേണം. ഉസ്താദ് അവരുകൾ പറഞ്ഞത് ഇതല്ലേ, പാവപ്പെട്ടവരെ കൂടെ നിൽക്കണമെന്നാണ്. എന്നിട്ട് അവസാനം ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അപ്പോഴും മറുപടി, പാവപ്പെട്ടവരെ കൂടെ നിൽക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് ആ പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു, ഏത് വിഷയം വേണമെങ്കിലും അതേ പറയാമായിരുന്നു. കാരണം ഒരു വീൽ ചെയർ എടുത്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ഒരു വലിയ പണ്ഡിതനെ കൊണ്ടുപോകണമെങ്കിലും, അത്രയും വലിയ നല്ല രൂപത്തിൽ സ്നേഹിക്കണമെങ്കിലും അയാൾ ഉസ്താദിലൂടെ കണ്ട നന്മകൾ എന്താണ്? എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. പക്ഷേ അവിടെയും ശൈഖുനാ സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറ ഉസ്താദ് അവർകൾ പറഞ്ഞ മറുപടി,
പാവങ്ങളെ സ്നേഹിക്കണം, അവരെ കൂടെ നിൽക്കണമെന്നാണ്. ഇത് എല്ലാവരും പഠിപ്പിക്കുന്നതാണല്ലോ. എത്ര വലിയ ഭരണാധികാരിയായാലും, എത്ര വലിയ പണക്കാരനായാലും, നീ എത്ര വലിയ സ്ഥാനത്തിലേക്ക് എത്തിയാലും, പണക്കാരനാണോ പാവങ്ങളെ മാറ്റി നിർത്തണ്ട. ആ മാറ്റി നിർത്തിയാൽ നീ പിന്നെ എത്തിപ്പെടുന്നത് ശൈത്വാനിന്റെ വഴിയിലാണ്.